അപ്പോൾ അങ്ങനെ ഇന്ന് നിലമ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് മണ്ഡലത്തിൽ M സ്വരാജനായി പ്രചരണത്തിനെത്തുന്നു എന്നതാണ് ഇന്ന് LDF ക്യാമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്നത്. ഒപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച KC വേണുഗോപാലിന്റെ UDFന്റെ നിലപാടുകൾക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നു വരുന്നു. ഇന്ന് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച വേണുഗോപാലിന്റെ നടപടിക്കെതിരെ മണ്ഡലത്തിൽ KSKTUവിന്റെ നേതൃത്വത്തിൽ പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടായ്മ സംഗമം നടക്കും. ആ രീതിയിൽ വലിയ പ്രതിഷേധം UDF ക്യാമ്പിനെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ A വിജയരാഘവനാണ്. M സ്വരാജ് ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് പര്യടനം. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂർ നഗരത്തിലാണ് വോട്ട് തേടുക. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ പരിപാടികൾ എന്ന് പറയുന്നത്. നമ്മളോടൊപ്പം നിലമ്പൂരിൽ നിന്ന് KT സ്വാലിഹ് ചേരുകയാണ്. നോക്കാം ഇന്നത്തെ പ്രചരണ പരിപാടികൾ, സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന്. സ്വാലിഹ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് LDF ക്യാമ്പിനെ സംബന്ധിച്ചാണെങ്കിൽ CPIM സംസ്ഥാന സെക്രട്ടറി മണ്ഡലത്തിൽ പ്രചരണത്തിന് എത്തുന്നു എന്നതാണ്. ഒപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവരെ അധിക്ഷേപിച്ച UDF നിലപാട്, KC വേണുഗോപാലിന്റെ നിലപാട്, അതിനെതിരെ വ്യാപക പ്രതിഷേധം. പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടായ്മ ഇന്ന് മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്നു. ആ രീതിയിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയാണ്? മനു, ഇനി 12 ദിവസം മാത്രമാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനുള്ളത്, പോളിങ്ങിനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വോട്ടർമാരെയൊക്കെ നേരിട്ട് കാണാനൊക്കെയുള്ള ശ്രമത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കൾ മണ്ഡലത്തിലെത്തുന്ന എല്ലാ പാർട്ടികളുടെയും സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളെല്ലാം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്തുള്ള പ്രചരണത്തിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു. CPIMന് വേണ്ടി ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ എത്തുന്നുണ്ട്. അദ്ദേഹം 3 പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ കൂട്ടായ്മ ഇന്ന് നടക്കുന്നുണ്ട്. വലിയ പ്രതിഷേധം മണ്ഡലത്തിനകത്തും KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ഉയർന്നു വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധം. നമുക്കറിയാം, ഏതാണ്ട് 1.5 ലക്ഷത്തോളം പേരാണ് ഈ മണ്ഡലത്തിൽ മാത്രം ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്. അവരെയെല്ലാം അധിക്ഷേപിച്ച ഈ നടപടി അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ കൂട്ടായ്മ ഇന്ന് A വിജയരാഘവനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥി ഇന്ന് നിലമ്പൂർ കേന്ദ്രീകരിച്ച് തന്നെയാണ്. ഇന്ന് പൊതു അവധിയാണ്, ഇന്ന് പെരുന്നാളാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലമ്പൂർ നഗരം കേന്ദ്രീകരിച്ചാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രചാരണമുള്ളത്. NDA സ്ഥാനാർത്ഥി ഇന്ന് മലയോര മേഖലകളിൽ ദേവാലയങ്ങളുടെ സന്ദർശനം ഒക്കെയാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മണ്ഡലത്തിലെ അവസാനവട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണങ്ങളിലേക്ക് കടക്കുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം പാർട്ടികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ നടത്തുന്നു. LDFന് വേണ്ടി ഈ DYFI ചെറിയ സംഘങ്ങളായി സ്ക്വാഡ് വർക്കൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബൂത്ത് തലത്തിൽ പരമാവധി വോട്ടർമാരെ ക്യാൻവാസ് ചെയ്യുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലാ മുന്നണികളും ഒരുപോലെ സജീവമായി നടത്തുന്നുണ്ട്. പൂർണ്ണമായി തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലാണ് നിലമ്പൂർ. മനു, തീർച്ചയായും. ഒപ്പം തന്നെ ഇന്ന് ഈ സ്ഥാനാർത്ഥി പര്യടനത്തെക്കുറിച്ച് പറയുമ്പോൾ വിവിധ പഞ്ചായത്തുകളിലൂടെയൊക്കെ എത്തുമ്പോൾ M സ്വരാജിന് ലഭിക്കുന്ന ഒരു സ്വീകാര്യത, പ്രത്യേകിച്ചും സ്വരാജിൻ്റെ വാക്കുകൾ കേൾക്കാനായി ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം, അത് സ്വാലി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് LDF അനുഭാവികൾക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയ വിശ്വാസങ്ങളൊന്നുമില്ലാത്ത മനുഷ്യർ പോലും സ്വരാജിനെ കേൾക്കാനായി വരുന്നു എന്നതാണ്. ആ വാക്കുകളുടെ ക്ലാരിറ്റി, നിലപാടുകൾ, ഇതൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ LDF ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അതുതന്നെയാണ് എന്ന് തോന്നുന്നു. കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള പിന്തുണ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത്. തീർച്ചയായും MV ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എന്ന്. അതുതന്നെയാണ് വലിയ പിന്തുണ. സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെയും ഒരു പിന്തുണ M സ്വരാജിനുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ അയൽവാസികൾ, നാട്ടുകാരൊക്കെ പോത്തുകല്ല് പഞ്ചായത്തിലൊക്കെ ചെന്നപ്പോൾ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. എല്ലായിടത്തും, ഇന്നലെ മുത്തേടം പഞ്ചായത്തിലായിരുന്നു, അവിടെയൊക്കെ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും ഒക്കെ
അഭിവാദ്യം ചെയ്യാനായി അവിടെ എത്തുന്നുണ്ട്. വലിയ പ്രതീക്ഷ ഈ ജനങ്ങൾ ഉയർത്തുന്ന ജനങ്ങളുടെ പക്ഷത്തു നിന്നുള്ള രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുക, അതിനുവേണ്ടി ഒപ്പം നിൽക്കുക എന്നത് തന്നെയാണ് എം സ്വരാജിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ പ്രിയങ്കരനാക്കുന്നതും അതൊക്കെ തന്നെയാണ്. വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലം ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ സജീവമായി ഉയർത്തി തന്നെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നതും. ഇന്ന് എടക്കര പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി ഉള്ളത്. അതുപോലെ മലയോര മേഖലകളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതീക്ഷ ഇടതുമുന്നണിക്ക് ഈ ജനപിന്തുണയും സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയുമൊക്കെ നൽകുന്നുണ്ട്. മനു. ശരി, ഏതായാലും സ്വാരി തുടരുക. ഞാൻ സ്വാരിയിലേക്ക് ഇപ്പോൾ തന്നെ മടങ്ങിയെത്താം. ഏതായാലും നമുക്ക് ഇങ്ങനെ എം സ്വരാജിന് കിട്ടുന്ന പിന്തുണയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോളേജിലേക്ക് അദ്ദേഹം എത്തിയ ഒരു കാഴ്ച കൂടി ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ പ്രചരണ തിരക്കിനിടയിലാണ് പഠിച്ച കോളേജിലേക്ക് എം സ്വരാജ്, അതായത് ചുങ്കത്തറയിലെ മാർത്തോമ കോളേജിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു. വലിയ സ്വീകരണം അവിടെ എം സ്വരാജിന് ലഭിക്കുന്നു. കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ നേരിൽ കണ്ട് അദ്ദേഹം കോളേജിലെ തൻ്റെ പ്രിയപ്പെട്ട ഇടങ്ങളൊക്കെ സന്ദർശിച്ച് പഴയ കാലമൊക്കെ ഓർത്തെടുക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഈ തിരക്കിനിടയിൽ. നമുക്ക് എം സ്വരാജിൻ്റെ ആ കോളേജ് കാലത്തിലേക്ക്, ഇന്നലെ അദ്ദേഹം തൻ്റെ ഓർമ്മകളിലേക്ക് പോയത് ഒന്നുകൂടി കണ്ടുവരാം. പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ഓർമ്മകളെയും സമ്മാനിച്ച മാർത്തോമ കോളേജ് ഇന്ന് സ്വരാജിന് അപ്രതീക്ഷിതമായൊരു കണ്ടുമുട്ടലിൻ്റെ ഇടം കൂടിയായി. 1995 മുതൽ 97 വരെയുള്ള 3 വർഷക്കാലമാണ് സ്വരാജ് മാർത്തോമയിൽ പഠിക്കുന്നത്. അന്നത്തെ സഹപാഠിയായിരുന്നു പ്രിൻസിപ്പൽ കസേരയിലിരുന്ന് സ്വരാജിനെ സ്വീകരിച്ചത്. ലിജ മാഡമാണ് പ്രിൻസിപ്പൾ എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ്. അവർ ഞങ്ങളുടെ സമകാലികയാണ്, സഹപാഠിയാണ്. പെട്ടെന്ന് പ്രിൻസിപ്പളിൻ്റെ കസേരയിൽ അവരെ കണ്ടപ്പോഴും വലിയ അത്ഭുതമായി. ഞാൻ ആരാണ് പ്രിൻസിപ്പൾ എന്ന് അന്വേഷിച്ചിരുന്നില്ല. താഴെ വന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ടീച്ചറുടെ പേര് പറഞ്ഞെങ്കിലും അവരാണ് ഇവർ എന്നുള്ളതകത്ത് വന്നപ്പോഴാണ് അതൊരു പെട്ടെന്നുള്ളൊരു സർപ്രൈസായി. മാർത്തോമയിൽ നിന്നും 2 തവണ സ്വരാജ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ക്യാമ്പസിലെ വായനാമുറിയും അധ്യാപകരും സൗഹൃദങ്ങളും ഒക്കെയായിരുന്നു സ്വരാജ് എന്ന ജനകീയനെ വളർത്തിയെടുത്തത്. കോളേജിലെ ഓരോ ക്ലാസ് മുറികളും സ്വരാജ് എന്ന വിദ്യാർത്ഥി നേതാവിന് പ്രിയപ്പെട്ട സംവാദവേദികളായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും ക്യാമ്പയിനായിരുന്നു. ഓരോ ദിവസവും ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഓരോ ക്ലാസ്സിലും ഞങ്ങൾ കയറി പ്രസംഗിക്കുമായിരുന്നു. ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ, ഒരു ഒഴിവുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കയറി പ്രസംഗിക്കും. ഞങ്ങൾക്ക് മറുപടി KSUക്കാർ പ്രസംഗിക്കും, അതിന് മറുപടി ഞങ്ങൾ പ്രസംഗിക്കും. ഭയങ്കര സംവാദാത്മകമായൊരു അന്തരീക്ഷമായിരുന്നു. കലാലയത്തിലെ പ്രണയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി മനോഹരം. ക്യാമ്പസിലും മാത്രമല്ലല്ലോ പ്രണയം ഉണ്ടാകുക, അത് നമ്മുടെ തെറ്റായൊരു ധാരണയാണ്. പ്രണയം എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. അതൊരു വ്യക്തിയോടായാലും പ്രകൃതിയോടായാലും ഒരു വസ്തുവിനോടായാലും ഒക്കെ അതൊരു മനോഭാവമാണ്. അത് ക്യാമ്പസിൽ മാത്രമല്ല, അത് നിങ്ങളുടെ വളരെ തെറ്റായതാണ്. മാധ്യമ സ്ഥാപനങ്ങളിലും ക്യാമ്പസിലും മറ്റേ ലോകത്തിൽ എവിടെയെല്ലാം മനുഷ്യനുണ്ടോ അവിടെയെല്ലാം പ്രണയം ഉണ്ടാകും. അതൊരു ഭാവമാണ്. ക്ലാസ് മുറികളിൽ സ്വരാജിന്റെ പ്രസംഗത്തിനായി കുട്ടികൾ കാത്തിരുന്ന കാലം സഹപാഠികളും ഓർത്തെടുത്തു. അവൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതൽ, ഫസ്റ്റ് ഡേ മുതൽ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ സ്വരാജ് എവിടെയാണോ പ്രസംഗിക്കുന്നത് ആ ക്ലാസ്സിലേക്ക് ഈ ക്യാമ്പസിലെ മൊത്തം ആളുകളും, ഈവൻ അധ്യാപകർ പോലും ദൂരെ നിന്നിട്ട് അവർ പ്രസംഗം വീക്ഷിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. തൻ്റെ പഴയ മാർത്തോമയെ ഒരിക്കൽ കൂടി അനുഭവിച്ചതിൻ്റെ നേരത്തെ ചിരി സൂക്ഷിച്ചാണ് സ്വരാജ് തിരിച്ചിറങ്ങിയത്. കൈരളി ന്യൂസ്, നിലമ്പൂർ.